നമസ്കാരം. ഈ ഭൂമിയിൽ ഒരു നവോദയം സംഭവിക്കാൻ പോകുന്നു. 2026 വിഷുക്കണി കാണുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ ആകാശഗോളങ്ങൾ നിശബ്ദമായി ഒരു സന്ദേശം നൽകുകയാണ്. ചിലർക്ക് ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പോകുന്നു. ചിലർക്ക് ദുഃഖങ്ങൾ അവസാനിക്കാൻ പോകുന്നു. ചിലർക്ക് ദൈവം തന്നെ നേരിട്ട് അനുഗ്രഹം ചൊരിയാൻ പോകുന്നു. 2026 ശനി, വ്യാഴം, രാഹു, കേതു എന്നീ മഹാഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിൽ ഇതിനെ മഹായോഗമെന്നാണ് പറയുന്നത്. ഈ ഗ്രഹസ്ഥിതി 8 പ്രത്യേക നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിത ധനലാഭവും കോടീശ്വര യോഗവും കൊണ്ടുവരാൻ പോകുന്നു. ആ 8 നക്ഷത്ര ജാതകർ ആരെല്ലാമാണ്? അവർക്ക് എങ്ങനെയുള്ള നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്? അതൊക്കെ നമുക്ക് ഒന്നൊന്നായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജ നടത്തി പ്രാർത്ഥന നടത്താറുണ്ട്. വെള്ളി ചൊവ്വ ദിനങ്ങളിലാണ് പ്രാർത്ഥന. നാളെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. ഈ വീഡിയോ പൂർണ്ണമായി കാണുക. നിങ്ങൾക്ക് വ്യക്തിഗതമായി ജാതകം നോക്കണമെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു വലിയ ഭാഗ്യം, ഒരു വലിയ നേട്ടം ഇവരെ കാത്തിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കണം, ദൈവം ഒരിക്കലും തൻ്റെ ഭക്തരെ ഉപേക്ഷിക്കില്ല. കഷ്ടപ്പാടിൻ്റെ ഇരുളിന് ശേഷം വെളിച്ചം വരും. ഈ വിഷുവിന് നിങ്ങൾക്ക് ആരംഭിക്കുന്നത് രാജയോഗം തന്നെയാണ്. ശനി 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ദുരിതങ്ങൾ പതിയെ അകന്നുപോകും. വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ധനഭാവത്തിൽ പതിക്കുന്നു. ഇതിൻ്റെ ഫലം ഒന്നു മാത്രമാണ്, ധനലാഭം ഇരട്ടിക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ധാരാളം ധനം വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം. നിങ്ങളിത് എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ, ഒരിക്കൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ വീട്, ഇവ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാഹചര്യം ഒരുങ്ങും. ഇത് ജ്യോതിഷം മാത്രമല്ല, ദൈവഹിതമാണ്. ഈ ഭാഗ്യം ഫലവത്താകണമെങ്കിൽ ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്യുക. ഓരോ ഏകാദശിയിലും ഉപവസിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ഭജിക്കുക. ഈ ഒരു ചെറിയ ഭക്തി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആക്കം കൂട്ടും. തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഭാഗ്യനക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്ര ജാതകർ, നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നതിൻ്റെ ഫലം ഈ വർഷം ലഭിക്കാൻ പോകുന്നു. ജ്യോതിഷത്തിൽ ശനി 11-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ഒരു സ്ഥിതിയാണ്. ഈ സ്ഥിതിയിൽ ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിത ധനലാഭം, സ്ഥാനക്കയറ്റം ഇവ ഓരോന്നായി ജീവിതത്തിലേക്ക് കടന്നു വരും. വ്യാഴം 2-ാം ഭാവമായ ധനഭാവത്തിൽ നിലകൊള്ളുമ്പോൾ ധനാഗമനം, ഒന്നിലധികം ദിശകളിൽ നിന്നും
ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ കാലഘട്ടം സുവർണ കാലഘട്ടമാണ്. ദൈവത്തിൽ വിശ്വസിക്കൂ. ഈ വർഷം നിങ്ങൾ ഓർക്കും, അന്ന് ഞാൻ ഉപേക്ഷിക്കാതിരുന്നത് നന്നായി എന്ന്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർ, ഒരു കടൽ ശാന്തമാകുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ഇനി ശാന്തമാകാൻ പോകുന്നു. ശനി 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശത്രുനാശം സംഭവിക്കുന്നു. രോഗങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. കടബാധ്യതകൾ കുറഞ്ഞു തുടങ്ങുന്നു. ഒരേ സമയം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇതൊരു അപൂർവ ഗ്രഹനിലയാണ്. ഈ ഗ്രഹനിലയിൽ തടസ്സപ്പെട്ടിരുന്ന ധനവരവ് സുഗമമാകും. പുതിയ വീട് എന്ന സ്വപ്നം കണ്ടിരുന്നവർക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അതും ലഭിക്കും. ദീർഘകാലമായി തലയ്ക്ക് മുകളിൽ ഭാരമായി നിന്നിരുന്ന കടങ്ങൾ ഒഴിഞ്ഞു പോകും. ഭഗവതിയുടെ കൃപ ഈ നക്ഷത്ര ജാതകർക്ക് സദാ ഉണ്ടാകും. ഉറപ്പാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്യുവാനും 2026 വിഷുഫലം വേണ്ടവർക്കും നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. 4ാമത്തെ ഭാഗ്യനക്ഷത്രമാണ് അനിഴം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒക്ടോബർ മാസം മുതൽ നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവെടുക്കും. ആ വഴിത്തിരിവിന് കാരണം വ്യാഴം 9-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ്. 9-ാം ഭാവം ഭാഗ്യത്തിൻ്റെ ഭാവമാണ്, ദൈവകൃപയുടെ ഭാവമാണ്. ഗുരുവായ വ്യാഴം ഇവിടെ എത്തുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ഒരു ഫോൺ വിളി, ഒരു കത്ത്, ഒരു ഓഫർ ലെറ്റർ, ഒരു കൂടിക്കാഴ്ച, ഇതിലൂടെ ജീവിതം മാറി മറിയും. ഭൂമി, സ്ഥലം, ഫ്ലാറ്റ് എന്നിവ സംബന്ധിക്കുന്ന ഇടപാടുകളിൽ ഈ വർഷം വലിയ ലാഭം ലഭിക്കും. മുടങ്ങിക്കിടന്ന ആഗ്രഹങ്ങൾ ഓരോന്നായി സഫലമാകും. ദൈവം എല്ലാം ശരിയായ സമയത്ത് നൽകും. ആ വിശ്വാസം കൈവിടരുത്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ് അനിഴത്തിന്. അനിഴത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. പ്രതിസന്ധികളൊക്കെ അകന്ന് അനിഴം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭഗവതിയെ വിളിക്കുക, നേർച്ചകൾ നേറുക, നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം മഖമാണ്. 5ാമത്തെ ഭാഗ്യനക്ഷത്രം. മഖത്തിനിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. മകനക്ഷത്രക്കാരെ, ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉദയമുണ്ടാകാൻ പോകുന്നു. മെയ് മാസം കഴിഞ്ഞ് വ്യാഴം 11-ാം ഭാവത്തിലേക്ക്, ലാഭഭാവത്തിലേക്ക് കടക്കും. ഈ നിമിഷം മുതൽ ബിസിനസ് മേഖലയിൽ ഒരു വൻ ഉണർവ് അനുഭവപ്പെടും. ചെറിയ നിക്ഷേപം വലിയ ലാഭമാകും. ദീർഘകാലമായി ശ്രമിക്കുന്ന കാര്യങ്ങൾ ഒടുവിൽ ഫലം കാണും. ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്ര ജാതകരെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. മാതൃസ്വത്ത് ലഭിക്കാനോ പൂർവ്വകാല അവകാശം ലഭ്യമാകാനോ ഇടയുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ആ അവസരം തേടിവരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ഭഗവതിയുടെ ചരണങ്ങൾ ഭജിക്കൂ. ആ ദൈവകൃപ നിങ്ങളുടെ ഭാഗ്യത്തിന് ചിറകു നൽകും. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. 6ാമത്തെ ഭാഗ്യനക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഓർത്തിരിക്കൂ, ദൈവം ഒരിക്കലും ഒരു ജീവനെ ഒഴിഞ്ഞ കൈകളോടെ ഇരുത്തില്ല. ഈ വിഷു അതിൻ്റെ തെളിവ് നൽകാൻ പോകുന്നു. വ്യാഴം 7-ാം ഭാവത്തിൽ നിലകൊള്ളുകയും രാഹുവിൻ്റെ രാശിമാറ്റം ഒരേ സമയം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ ഗ്രഹനില ഒരു ധനഭാഗ്യ സംഗമമാണ്. വലിയ സ്വത്ത്, ഉന്നത ബന്ധങ്ങൾ, ബഹുമതികൾ ഇവ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം
നിങ്ങൾ ഉത്സാഹിക്കണം. വിജയം അടുത്തു തന്നെയുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം, കൊടുത്ത പണം ഒക്കെ ഈ വർഷം തിരിച്ചു കിട്ടാൻ ദൈവം വഴിയൊരുക്കും. ആ ദൈവഹിതത്തിൽ ഉറച്ചു വിശ്വസിക്കൂ. നിങ്ങൾക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം മകയിരമാണ്. 7ാമത്തെ ഭാഗ്യനക്ഷത്രം. മകയിര നക്ഷത്രക്കാരെ, ദൈവം നിങ്ങളുടെ കണ്ണീർ കണ്ടു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഇനി ദൈവം അതിൻ്റെ ഉത്തരം നൽകാൻ പോവുകയാണ്. ശനി 11ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദീർഘകാലമായി നിങ്ങളെ ബാധിച്ചിരുന്ന കഷ്ടപ്പാടുകൾ ഒന്നൊന്നായി ഒഴിഞ്ഞു പോകും. ശ്വാസം നിർത്തി കാത്തിരിക്കേണ്ട ആ കാലം ഒഴിഞ്ഞു. വ്യാഴം വക്രഗതിയിൽ ആകുമ്പോൾ വർഷത്തിൻ്റെ അന്ത്യത്തിൽ ഒരു വൻ ലാഭം, വൻ ധനലാഭം ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്നും ഉണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ചിന്തിക്കുന്നവർ, ഈ കാലഘട്ടം നിങ്ങൾ കാത്തിരുന്ന നിമിഷമാണ്. ദൈവ ഇഷ്ടത്തോടെ തുടങ്ങൂ. ദൈവം ഒരു വഴി കാണിക്കും. ഉറപ്പാണ്, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. 8ാമത്തെ ഭാഗ്യനക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർ ഒരു കാര്യം ഓർക്കണം. ഇരുൾ കൂടുതൽ ഗാഢമാകുന്നത് പ്രഭാതം അടുക്കുന്നതിൻ്റെ ലക്ഷണമാണ്. കഴിഞ്ഞ കുറേ കാലം ഐശ്വര്യക്ഷയം അനുഭവിച്ചു. ആ ഇരുൾ ഇനി മടങ്ങും. 2026 നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം ആരംഭിക്കുകയാണ്. ഇത് വ്യർത്ഥമായ വാക്കല്ല, ഗ്രഹഗണനയുടെ ഒരു ദൈവീക സത്യമാണ്. വ്യാഴം 9ാം ഭാവത്തിലെത്തുമ്പോൾ ലോട്ടറി ഭാഗ്യം, ബിസിനസ് ലാഭം, സ്ഥാനക്കയറ്റം ഇവ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വരും. ദീർഘകാലമായി ശരീരത്തെ അലട്ടിയ രോഗങ്ങൾ ഒഴിഞ്ഞു പോകും. ആ ആശ്വാസം ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചതുപോലെ ദൈവം ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ വിശ്വരൂപം കാണിക്കും. ഈ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഫലിക്കണമെങ്കിൽ ചില ആത്മീയ കർമ്മങ്ങൾ ചെയ്യുക. ഓരോ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സാധ്യമാകുന്നില്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ചിത്രത്തിനു മുന്നിൽ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ഭക്തിയോടെ ജപിക്കുക. ഓരോ വെള്ളിയാഴ്ചയും ദേവീഭക്തിക്ക് ഉൾപ്പെടുത്തൂ. ലളിത സഹസ്രനാമം ജപിക്കുന്നത് ധനസമൃദ്ധിക്ക് ഉത്തമ ഔഷധമാണ്. ഓർക്കൂ, ഗ്രഹങ്ങൾ ഭാഗ്യം കൊണ്ടുവരുന്നു. ഭക്തി ആ ഭാഗ്യത്തിന് ചിറക് നൽകുന്നു. ഇത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം നിങ്ങളുടെ ഓരോ ജാതകരുടെയും ഫലം പൂർണ്ണമായി അറിയുവാൻ നിങ്ങൾ എവിടെയാണെങ്കിലും, USA-യിലായിക്കൊള്ളട്ടെ, UAE-യിലായിക്കൊള്ളട്ടെ, UK-യിലായിക്കൊള്ളട്ടെ, ഇന്ത്യയിലായിക്കൊള്ളട്ടെ, കേരളത്തിലായിക്കൊള്ളട്ടെ, നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ ജാതക ഫലം ഓൺലൈനായി അറിയാം. ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എഴുതുക. പ്രിയ സുഹൃത്തുക്കളെ, ഈ 2026 വിഷുവിൽ ഈ 8 നക്ഷത്ര ജാതകർക്കും ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയ ഭക്തർക്കും ഐശ്വര്യവും സ്വസ്ഥതയും ഒരു പ്രസന്നമായ പുതുവർഷവും ദൈവം നൽകട്ടെ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇനിയും ഭാഗ്യ ജ്യോതിഷ വിശേഷങ്ങൾ, ഗ്രഹനിലകൾ, ഉപായങ്ങൾ ഇവ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ഞെക്കൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഷെയർ ചെയ്യൂ. ഒരുപക്ഷേ ഈ ഭാഗ്യം ആർക്കെങ്കിലും ഒരു പ്രതീക്ഷ നൽകും. നന്ദി, നമസ്കാരം.